സ്നേഹമുള്ളവരെ, നാളെ നമ്മുടെ പെന്തക്കോസ്താ തിരുനാൾ ആഘോഷിക്കുന്നു. ശ്രീഹന്മാരുടെ മേല് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ അനുസ്മരണമാണല്ലോ
നമ്മൾ പെന്തക്കോസ്താ തിരുനാളിൽ അനുസ്മരിക്കുന്നത്. ഈ തലരാത്രിയിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലിരുന്ന് ഈ പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വലനത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരനുതാപ ശുശ്രൂഷയായിട്ടാണ് ഇത് നടത്തപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് നഷ്ടമായിട്ടുള്ള സാഹചര്യങ്ങളെ ഓർത്ത് അനുദപിക്കുവാനും ദൈവതിരുസന്നിധിയിൽ പാപങ്ങളോർത്ത് പശ്ചാത്തപിച്ച് അഭിഷേകത്തിനായിട്ട് ഒരുങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളുടെ ഭവനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മളുടെ ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യം നമ്മുടെ ഭവനങ്ങളിലുണ്ട് എന്നുള്ള ആ വലിയ ചിന്തകളോട് ചേർന്ന് നമുക്ക് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ഭവനത്തിലേക്കും നമുക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ ഈ ഒരു മണിക്കൂർ വലിയ ദൈവാനുഭവത്തിന്റെ അവസരമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ കൃപ യാചിച്ചുകൊണ്ട് മനസ്സിനെ ഒരുക്കി നമ്മുടെ സാഹചര്യങ്ങളെ ഒരുക്കി നമുക്ക് ശാന്തമായിട്ട് ദിവ്യകാരുണ്യനാഥൻ ഈശോയെ നമ്മുടെ ഇടയിലേക്ക് നമുക്ക് ആനയിച്ച് ശിഹാകർത്താവേ എന്നുള്ള ഗാനം പാടി കൊടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഈശോയുടെ ഏറ്റവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോ നിമിഷവും സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ പരിപാലിച്ചുകൊണ്ട് എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി ക്രമപ്പെടുത്തി തരുന്ന ഈശോയുടെ ഏറ്റവും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ
പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഈ ലോക ബന്ധങ്ങളേക്കാൾ ഈ ലോക വിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകസമ്പത്തിനേക്കാൾ ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകസമ്പത്തിനേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഹല്ലേലൂയ. ദിവ്യകാരുണ്യേശ്വരൻ, ദിവ്യകാരുണ്യേശ്വരൻ.
ഏറ്റവും ശാന്തമായി ഹൃദയം മാത്രം ദിവ്യകാരുണ്യനാഥനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പകലിന്റെ വ്യാപാരങ്ങളെ മുഴുവനും അറുതി വരുത്തി മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കി വലിയ ദാഹത്തോടെ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് ശാന്തതയോടെ നമുക്കായിരിക്കുവാനായിട്ട് സാധിക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദിവ്യകാരുണ്യനാഥന്റെ സാന്നിധ്യം മാധ്യമങ്ങളിലൂടെ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നൽകപ്പെടുമ്പോൾ ഹൃദയത്തിന്റെ തുറവിയോടെ നമുക്കതിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണം. ഈ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ വിവിധ സ്ഥലങ്ങളിലും ഭവനങ്ങളിലുമൊക്കെ ആയിരുന്നുകൊണ്ട് ഈ ആരാധനയോട് പങ്കുചേരുന്ന എല്ലാവരുടെയും മനസ്സിന്റെ ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും എല്ലാം ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. ഈ ആരാധനയില് വിവിധ കാരണങ്ങളാൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തവര് പ്രാർത്ഥനാ നിയോഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ എല്ലാ നിയോഗങ്ങളെയും ഈ ആരാധനയിലൂടെ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കും. സ്വദേശത്തും വിദേശത്തുമൊക്കെയായി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ സ്നേഹബന്ധങ്ങളെയും എല്ലാം ഈ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മളൊരു ആത്മീയ കൂട്ടായ്മയിലൂടെയാണ് ഈ ആരാധനയിലേക്ക് അഭിഷേകത്തിനായി ദാഹിച്ച് കടന്നു വന്നിരിക്കുന്നത്. ലോകമെന്ന് അഭിമുഖീകരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് അടിമകളായിരിക്കുന്നവരെയും പ്രത്യേകിച്ച് കൊറോണ വൈറസ് രോഗബാധിതരായി മരണപ്പെട്ടവരും രോഗബാധിതരായി ചികിത്സയിലൂടെ കടന്നു പോകുന്നവരും ചികിത്സ നേടി രോഗത്തിൽ നിന്നും വിമുക്തരായവരും അവരുമായി ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ദൈവത്തിരുസന്നിധിയിൽ ഓർക്കുകയാണ്. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിലൂടെ ആശുപത്രികളിലൂടെ ഈ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, മറ്റ് എല്ലാവരെയും ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അപ്പം കുടുംബങ്ങളില് വിവിധ തരത്തില് അസ്വസ്ഥതകളിലൂടെ, രോഗങ്ങളിലൂടെ, മറ്റു തരത്തിലുള്ള രോഗങ്ങളിലൂടെ ശിരസ് മുതൽ പാദം വരെ വിവിധ അവയവങ്ങളിലൂടെ രോഗബാധിതരായിട്ടുള്ള എല്ലാവരെയും ഈ ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും എല്ലാം ഉണ്ടായിട്ടും മനസ്സിന്റെ സമാധാനത്തില് ശാന്തതയില് കടന്നു പോകുവാൻ സാധിക്കാതെ കുടുംബത്തിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദമ്പതി ഭാര്യാഭർത്തൃ ബന്ധങ്ങളില് അസ്വസ്ഥതകള് ഉള്ളവരെയും പൊരുത്തക്കേടുകളുള്ളവരെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കള്, മക്കള് വിവിധ സ്ഥലങ്ങളിലാണ് എന്ന് അവര് ആയിരിക്കുന്ന സ്ഥലങ്ങളിലുള്ള ഈ സാംക്രമിക രോഗത്തിന്റെ പലതരത്തിലുള്ള സാംക്രമികമായിട്ടുള്ള ഇടപെടലുകളും അതുമൂലം അസ്വസ്ഥമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, മാതാപിതാക്കന്മാരെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വിവാഹം നടക്കുവാൻ സാധിക്കാതെ വിവിധ തരത്തില് ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നല്ല ജോലി കിട്ടാതെ കഴിയുന്നവരെ,
പഠനത്തിലൂടെ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ആരാധനയുടെ ആദ്യ മണിക്കൂറിൽ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയും അങ്ങനെ ജീവിതത്തിന്റെ വിവിധ തുറകളിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഈ ആരാധനയുടെ മധ്യയെ സമർപ്പിച്ചുകൊണ്ട് ജീവനും നമ്മളുടെ സർവസ്വവും ദൈവപിതാവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. ഇതൊരു ആരാധനയുടെ ആദ്യ നിമിഷങ്ങളിൽ ഹൃദയത്തിൽ ഒരു അഭിഷേകത്തിന്റെ നിറവുണ്ടാകുവാൻ നമ്മുടെ മനസ്സുകളെ വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ. എന്തൊക്കെയോ അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സുകളിലുണ്ട്. ചില ഈ പകലിന്റെ പ്രാരാബ്ദങ്ങളിൽ വന്നുപോയിട്ടുള്ള ഇടപെടലുകളിലൂടെ വന്നുപോയിട്ടുള്ള സംസാരങ്ങളിലൂടെ വന്നുപോയിട്ടുള്ള ഫോൺ വിളികളിലൂടെ വന്നുപോയിട്ടുള്ള വ്യാപാരങ്ങളിലൂടെ വന്നുപോയിട്ടുള്ള സ്നേഹബന്ധങ്ങളിലൂടെ വന്നുപോയിട്ടുള്ള അസ്വസ്ഥതകളെയും സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും പരാജയങ്ങളെയും എല്ലാം ദൈവതിരുസന്നിധിയിൽ ഈ ആരാധനയുടെ ആദ്യ നിമിഷങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവനും നമ്മളുടെ സർവസ്വവും ഈശോയുടെ തൃപാദത്തിങ്കൽ സമർപ്പിച്ചുകൊണ്ട് അവനാണ് സർവശക്തൻ എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ദൈവപിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവായ ദൈവത്തെയും നമുക്ക് ആരാധിച്ച് നമ്മളുടെ ജീവിതത്തെ സമ്പൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരാധിക്കാം. ദൈവം പിതാവേ, അങ്ങയെ സഹായകനായ പരിശുദ്ധാത്മാവേ, സൗഖ്യദായകനായ
പരിപാലിക്കുന്ന പരിശുദ്ധാത്മാവേ, ആത്മജാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. ഹൃദയത്തിൽ അഭിഷേകം നൽകണമേ. സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വലനങ്ങൾ നൽകണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ആത്മാവേ പാപബോധം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നിൽ പാപമില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് നൽകണമേ. പാപികളിൽ ഞാൻ ഒന്നാമനാണ് എന്ന് പറഞ്ഞ് വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാൻ ആത്മാവേ പാപബോധം നൽകി ഈ സായംകാലത്തില് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്റെ ഈശോയെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്തനുഭവിക്കുവാൻ, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായിട്ടുള്ള എല്ലാ വികാര നിരൂപണ ചിന്തകളെയും മാറ്റിക്കളയുവാൻ ആത്മാവേ അഭിഷേകമായി കടന്നു വരണമേ. ജീവനും ഞങ്ങളുടെ സർവസ്വവും സമർപ്പിക്കുമ്പോൾ പച്ചയായ മാംസത്തോടുകൂടി ജീവിക്കുന്ന ഞങ്ങളുടെ ഈ മധ്യമായ ശരീരത്തിന് വന്നുപോയിട്ടുള്ള, ഞങ്ങളുടെ അവയവങ്ങളിലൂടെ വന്നുപോയിട്ടുള്ള, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വന്നുപോയിട്ടുള്ള ഈശോയെ എല്ലാ കുറവുകളെയും എളിമയോടെ ഓർത്തും മനസ്തപിക്കുവാൻ അഭിഷേകത്തിന്റെ നിറവായ ആത്മാവിനെ പാപബോധം നൽകി ഞങ്ങളിൽ നിറയ്ക്കുവാൻ സഹായകനായി ഈ ആരാധനയുടെ മധ്യേ ഞങ്ങളിലേക്ക് നൽകപ്പെടണമേ എന്ന് എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദാഹത്തോടെ ഉള്ളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, പാപബോധം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജീവിതത്തിലൂടെ വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഓർത്ത് അനുദപിക്കുവാൻ ഈശോയെ ഒന്ന് അനുതാപത്തിന്റെ ശുശ്രൂഷയായ കുമ്പസാരം സ്വീകരിക്കുവാൻ സാധിക്കാത്ത ഈ നാളുകളിലൂടെ ആത്മാവ് വേദനിക്കുന്നതിന്റെ അവസ്ഥകളൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്, ശരീരങ്ങളിലുണ്ട്. ഞങ്ങളുടെ മനസ്സ് മുഴുവനും അസ്വസ്ഥമാണ് ഈശോയെ. പിശാച് ഞങ്ങളെ നന്നായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ഈശോയെ. പാപത്തിന്റെ ഒരു കുറവും ഞങ്ങളിൽ ഇല്ലാത്ത സാഹചര്യങ്ങളില് ആത്മാവിന്റെ നിറവ് ഞങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ഒന്ന് നന്നായിട്ട് കുമ്പസാരിക്കുവാനോ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനോ സാധിക്കാതെ ആത്മീയമായിട്ടുള്ള രോദനത്തിലൂടെ കടന്നു പോകുന്ന നല്ല ദൈവമേ, ഒത്തിരിയേറെ അങ്ങയുടെ പ്രിയപ്പെട്ട ദൈവജനത്തിന്റെ നിലവിളികളെ ഈശോയെ ആരാധനയിലൂടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ. പാപബോധം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്തൊക്കെയോ ഞങ്ങളുടെ ജീവിതത്തില് അരുതാത്തതൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ദൈവമേ, ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വ്യഗ്രതകൾക്ക് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ പോലും ഞങ്ങള് ആർത്തിയോടെ സംസാരിക്കുകയും ഇടപെടുകയും
പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. നല്ല ഈശോയെ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ആത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. പാപബോധം നൽകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മാവാം ദൈവമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ എന്നുള്ള ഗാനത്തിന്റെ ഈരടികളിലൂടെ ധ്യാനാത്മകമായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവാനുഭവം തരണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നിറഞ്ഞിടണേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ ശക്തിയാൽ എന്നിൽ നീ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ ഈശോയേ, സൗഖ്യമായി നീ എന്നിൽ വരണേ. സൗഖ്യം തരണമേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ എല്ലാ രോഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സൗഖ്യമായി നീ എന്നിൽ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ഈശോയേ, ദാഹിച്ചു ദാഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ ജീവിതത്തിലേക്കും നിറങ്ങി എന്റെ കുടുംബത്തിലേക്കും ആത്മാവിനെ നീ വർഷിക്കണമേ. ഈശോയേ, പന്തക്രിസ്തായുടെ അനുഭവം തരണമേ. രോഗവും പാപവും ഈശോയെ എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഈശോയെ അവിടെ നിന്ന് എടുത്തു മാറ്റി ഒരാത്മാവിന്റെ അഭിഷേകത്തിന്റെ നിറവ് നൽകണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഈരടികൾ നമ്മുടെ മനസ്സുകളിൽ ഇങ്ങനെ ആവർത്തിച്ച് പാടിക്കൊണ്ട് ഈശോ നമുക്ക് നൽകുന്ന വലിയ പ്രചോദനത്തിന്റെ ചിന്തകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ശ്രമിക്കാം, സ്വീകരിക്കാം. ആത്മാവേ, ആത്മാവായ ദൈവമേ, ഞങ്ങളിൽ വന്ന് വസിക്കണമേ. ശാന്തതയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അഭിഷേകം നൽകണമേ. പുതിയൊരു പന്തക്രിസ്ത അനുഭവം നൽകണമേ. ശാന്തത നൽകണമേ. രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഈശോയെ, പാപബോധം നൽകണമേ. എന്തെല്ലാം രോഗപീഠകളിലൂടെ ഞാനും എൻ്റെ കുടുംബവും കടന്നുപോയാലും ഈശോയെ, ഈ പന്തക്രിസ്ത ദിനത്തില് പുതിയ ആത്മാവിന്റെ നിറവ് നൽകണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. ആത്മാവ് ഉണരട്ടെ, ഉയരങ്ങളിലേക്ക് ഹൃദയത്തിന്റെ ചിന്തകൾ ഉയരട്ടെ, അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഹൃദയം കൊണ്ട് ദൈവതിരുസന്നിധിയിലേക്ക് എല്ലാം മറന്നുകൊണ്ട് വലിയ അഭിഷേകത്തിന്റെ നിറമായി ആത്മാവേ, നാളെ ഒരു പുതിയ പന്തക്രിസ്തായുടെ അനുഭവം അനുഭവിക്കുവാൻ ഈ രാത്രിയില് ശാന്തതയോടെ ഞങ്ങൾ സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ ഉജ്ജ്വലനങ്ങൾ ഉണ്ടാകുവാൻ, ഞങ്ങളില് അന്തർലീനമായിരിക്കുന്ന പാപത്തിന്റെ എല്ലാ കെട്ടുകളെയും പൊട്ടിച്ചെറിയുവാൻ, പാപബോധമുണ്ടാകുവാൻ, പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിക്കുവാൻ ആത്മാവേ നീ കടന്നു വരണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദാഹത്തോടെ ആത്മാവിന്റെ നിറവിനായിട്ട് പ്രാർത്ഥിക്കാം. ഹൃദയങ്ങൾ ദൈവതിരുസന്നിധിയിലേക്ക് ഉയരട്ടെ.
നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങള്, എവിടെയൊക്കെയോ അസ്വസ്ഥതകള്, അതിനെല്ലാം ദൈവത്തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. സാത്താൻ ഒരിക്കലും ഇഷ്ടമില്ല നമ്മള് പാപബോധത്തോടുകൂടി ആത്മാവിനെ സ്വീകരിക്കുവാൻ. നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഒരുക്കപ്പെടുന്നത് സാത്താൻ ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നമ്മളെ ഏതെങ്കിലുമൊക്കെ വിധത്തില് നമ്മളെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കും. ഒരുപക്ഷെ ശരീരത്തിന്റെ അസ്വസ്ഥതകളാകാം, ശരീരത്തിന്റെ അസ്വസ്ഥതകളും രോഗത്തിന്റെ വേദനകളും, ചിലപ്പോൾ മനസ്സിന്റെ ചിന്തകളും, ചിലപ്പോൾ നമ്മുടെ മാനസികമായിട്ട് തളർത്തുന്ന തരത്തിലുള്ള ചില ചിന്തകള്, നമ്മുടെ ഈ പകൽ വ്യാപാരങ്ങളിൽ ഉണ്ടായിട്ടുള്ള നമ്മുടെ പല ചിന്തകള്, പല പ്രവൃത്തികള്, ഇതിനെയെല്ലാം നമ്മുടെ മനസ്സുകളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുവാൻ, ആ തമ്പുരാനിലേക്കുള്ള അടുപ്പത്തിൽ നിന്നും അതിനെ ഏകാഗ്രതയിൽ നിന്നും വിട്ടുമാറുവാൻ സാത്താൻ ഒരുപക്ഷെ നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടിരിക്കും. ദൈവതിരുസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകളോ മനസ്സിന്റെ ചിന്തകളോ, ഞങ്ങളുടെ പകൽ വ്യാപാരങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏത് കാര്യങ്ങളോ ഞങ്ങളുടെ ഈ ആരാധനയെ മുടക്കുവാൻ തക്കവണ്ണം ഈശോയെ നീ അവിടുന്ന് അനുവദിക്കരുത് എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാവാം ദൈവമേ ഞങ്ങളിൽ വന്ന് വസിക്കണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അഭിഷേകത്താൽ നിറയപ്പെടട്ടെ, അഭിഷേകത്താൽ നിറയപ്പെടട്ടെ, ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ദൈവമേ, അഭിഷേകത്താൽ നിറയപ്പെടുവാൻ കൃപ നൽകണമേ. ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന, ആത്മനാ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈശോയെ, ഈശോയെ അവിടുന്ന് കൃപകൾ വർഷിക്കണമേ. ദിവ്യകാരണ ഈശോയെ, ഞങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് ആ ആയിരിക്കുന്ന ഭവനങ്ങളെയും, ആ ഭവനങ്ങൾക്കുള്ളിൽ വസിക്കുന്ന എല്ലാ മക്കളെയും, ആ ഭവനത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും, ആ ഭവനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും, അവരുടെ കൃഷിയിടങ്ങളെയും, അവരുടെ വളർത്തുമൃഗങ്ങളെയും, അവർ സഞ്ചരിക്കുന്ന എല്ലാ വാഹനങ്ങളെയും, അവരുടെ ബിസിനസ് മേഖലകളെയും, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവമേ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ആത്മാവായ ദൈവമേ വന്ന് വസിക്കണമേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാ ദൈവമേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എന്റെ വീട്ടിൽ വസിക്കാൻ വരണേ. എന്റെ ഉള്ളിൽ നിറയാൻ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എന്റെ ഉള്ളം നിറയാൻ വരണേ. ആത്മാവ് ദൈവമേ വരണേ. എന്റെ ഈശോയേ, എന്റെ ഈശോയേ, പിതാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിൽ നിറയപ്പെടട്ടെ. ഞങ്ങളിലുള്ള മലിനതകൾ മുഴുവനും അനുതാപത്തിന്റെ കണ്ണുനീരോടുകൂടി കഴുകി
കളയുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കണമേ. അരുതാത്തത് എന്തൊക്കെയോ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏടുകളിലൂടെ തിരിഞ്ഞു നോക്കുമ്പോൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് എന്ന് ദൈവമേ നീ തിരിച്ചറിയുന്നു. നല്ല ദൈവമേ, ഒറ്റയ്ക്ക് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടി പലപ്പോഴും അഹങ്കാരത്തിന്റെ വഴികളിലൂടെ കടന്നു പോയിട്ടുള്ള ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളെ, വ്യാപാരങ്ങളെ എല്ലാം എളിമയോടെ ദൈവതിരുസന്നിധിയിൽ ഓർത്ത് ദൈവമേ മനസ്താപത്തോടുകൂടി അഹങ്കാരമെന്ന തിന്മ ഞങ്ങളിൽ നിന്നും മാറ്റി ദൈവമേ എളിമയെന്ന പുണ്യം അഭ്യസിക്കുവാൻ കൃപ നൽകണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എൻ്റെ ഹൃദയം മുഴുവനും ഈശോയെ പലവിധ ചിന്തകളിലൂടെ കടന്നുപോയ നിമിഷം ഓർമ്മിക്കേണ്ടത് പലതും ഓർമ്മിക്കാതെ, ഓർമ്മിക്കേണ്ടാത്തത് പലതും ഓർമ്മകളിലൂടെ ഞാൻ കടത്തിവിട്ടിട്ടുണ്ട്. നല്ല ഈശോയെ, നിന്റെ നല്ല ഓർമ്മകളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ധന്യമായ ഒരു ജീവിതം നയിക്കുവാൻ നീ എനിക്ക് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിവിധ ഉദാസങ്ങളിലൂടെയും ഒക്കെ ഈ ആത്മാവിന്റെ ഉജ്ജ്വലനങ്ങള് എന്നിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള എൻ്റെ ഒരു ജീവിതം, ശാന്തമായിട്ടുള്ള എൻ്റെ ഈ ജീവിതം, സമാധാനത്തോടെയുള്ള എൻ്റെ ഈ ജീവിതം ദൈവമേ എത്രമാത്രം അസ്വസ്ഥതകളിലൂടെ കടന്നുപോയി എന്ന് ഞാൻ ഓർത്ത് ദുഃഖിച്ചു പോവുകയാണ്. ഇത്രയും ജീവിതത്തിലൂടെ ഞാൻ വ്യഗ്രചിത്തനായിട്ട് ഓടി നടന്നിട്ടുണ്ട് എങ്കിലും എന്തു നേടി എൻ്റെ ജീവിതത്തില് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ ഞാനൊന്നും നേടിയിട്ടില്ല എന്നുള്ള സത്യമാണ് എന്നെ എൻ്റെ മനസാക്ഷിയിലൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊന്നും നേടിയിട്ടില്ല. ഇനി എന്തെങ്കിലും ഞാൻ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിച്ച് വ്യാമോഹത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ അത് വെറും മിഥ്യയാണ്, അത് വെറും ഭോഷത്വമാണ് എന്ന് ഈ കാലഘട്ടം എന്നെ മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് ഈ പുതിയ പന്തക്രിസ്തായുടെ അനുഭവം, ആത്മാവിന്റെ നിറവിന്റെ ജീവിതം, ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ ദാഹം, ഇതെല്ലാം ഞങ്ങളിൽ ഈ പന്തക്രിസ്തായുടെ തലേ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും തീനാളുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന ആത്മാവിനെ അയച്ച് ശിഷ്യന്മാർക്ക് അവരുടെ ജീവിതത്തിലെ ഭയവും പേടിയും എല്ലാം മാറി പുതിയ ജീവിതത്തിന്റെ ചരികളിലൂടെ കടന്നു പോകപ്പെടുവാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവാനും ഒക്കെ സാധിച്ചതിന്റെ ദൈവാനുഭവങ്ങളെ അയവിറക്കിക്കൊണ്ട് ഈ രാത്രിയുടെ യാമങ്ങൾ ചെലവഴിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ശ്രീഹന്മാരിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവായ ദൈവമേ,
ഞങ്ങളിൽ വന്ന് നിറയണമേ എന്ന് ദാഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ശ്ലീഹന്മാരും കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക. ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ആത്മാവിന്റെ അഭിഷേകമിത നമ്മളുടെ സന്ധിബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നു. നമ്മളുടെ പാപത്തിന്റെ എല്ലാ മേഖലകളെയും ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരോടും പറയാൻ പറ്റാത്തവണ്ണം നമ്മുടെ മനസ്സിനെ നമ്മുടെ പാപത്തിന്റെ കൂമ്പാരമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ ദൈവമേ, ഞങ്ങളുടെ മനസ്സിന്റെ ചിന്തകളിലൂടെ പാപ വ്യാപാരങ്ങളിലൂടെ കടന്നുപോയ ഞങ്ങളുടെ ഓരോ നിമിഷങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിൽ എളിമയോടെ സമർപ്പിച്ചുകൊണ്ട് ആത്മാവേ, ഞങ്ങളുടെ പാപത്തിന്റെ കറകളെല്ലാം കഴുകി ശ്രീഹന്മാരിൽ വന്ന് വസിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങളിലെ മേൽ ചൊരിയപ്പെടണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ കുറവുകളെയും ദൈവമേ, ശ്രീഹന്മാരുടെ മേൽ വന്ന് വസിച്ച പരിശുദ്ധാത്മാവിനെ പോലെ കുറവുകൾ ഉണ്ടായിരുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് ആത്മാവിന്റെ നിറവായിട്ട് കടന്നു വന്നതുപോലെ അവർക്ക് വേണ്ട വിധം സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അവർ ജീവിതത്തില് പേടിയോടുകൂടി ജീവിച്ചവരായിരുന്നു. അവർ ജീവിതത്തില് എല്ലാത്തിനെയും ഭയത്തോടുകൂടി നോക്കിയവരായിരുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുവാൻ തക്കവണ്ണം അവർ വിജ്ഞന്മാരായിരുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ജീവിതത്തില് സാധാരണ മനുഷ്യനുണ്ടായിരുന്ന നന്മകളെക്കാളും അപ്പുറത്ത് കുറവുകൾ കൊണ്ട് നിറഞ്ഞവരായിരുന്നു. പക്ഷെ പരിശുദ്ധ അമ്മയോടൊപ്പം ശിഷ്യന്മാർ ഓരോരുത്തരും ആ ഒട്ടുശാലയിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, ദൈവത്തിന്റെ ആത്മാവിനെ ദാഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ആത്മാവിന്റെ നിറവ് അവർക്ക് ലഭിച്ചതുപോലെ ശ്രീഹന്മാരിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് ഇറങ്ങി വസിക്കണമേ എന്ന് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ശാന്തമാകാം. നമുക്ക് ദൈവത്തിരുസന്നിധിയിൽ ശാന്തതയോടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി പ്രാർത്ഥിക്കാം. ജീവിതത്തില് അറിഞ്ഞറിയാതെയോ വന്നുപോയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കുറവുകളെ ദൈവത്തിരുസന്നിധിയിൽ ഓർക്കപ്പെടുവാനായിട്ടുണ്ടെങ്കിൽ ആ കുറവുകളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയിട്ടുള്ള ഓരോ പാപങ്ങളും യഥാർത്ഥത്തിലുള്ള മനസ്താപത്തോടുകൂടി പാപബോധത്തോടുകൂടി ഏറ്റുപറയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്കൊരു നിമിഷം ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഈശോയെ, പാപബോധം നൽകി അനുഗ്രഹിക്കണം. എനിക്ക് വേണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് വേണം. അതിന് എന്നിലുള്ള പാപങ്ങൾ തടസ്സമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈശോയെ, ആ പാപങ്ങളെ എല്ലാം ഓർത്ത് ഞാൻ മനസ്തപിക്കുന്നു. എൻ്റെ ഈശോയെ, അരുതാത്തത് എന്തൊക്കെയോ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇതൊന്നും മനഃപൂർവ്വമായിരുന്നില്ല. ഞാൻ നന്മയൊക്കെ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്ന നന്മയല്ല, ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ
ഞാൻ ചെയ്തു പോകുന്നത്. എൻ്റെ ഈശോയെ, എനിക്ക് ആത്മാവിനെ വേണം, സഹായകനെ വേണം, ആത്മാവിൻ്റെ അഭിഷേകം വേണം. സഭ മുഴുവനും ഈ അഭിഷേകത്തിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ ആത്മാവിൻ്റെ അഭിഷേകം എനിക്ക് വേണം. അതിന് പാപം തടസ്സമായിട്ടുണ്ട് എങ്കിൽ ഈശോയെ, ആ പാപം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ. ഞാൻ അങ്ങയുടെ കുഞ്ഞല്ലേ, അങ്ങയുടെ മകളല്ലേ, അങ്ങയുടെ മകനല്ലേ, അങ്ങ് സ്നേഹിക്കുന്ന മക്കളല്ലേ. എൻ്റെ ഈശോയെ, എൻ്റെ അപ്പച്ചൻ്റെ അരികിൽ വന്ന് അപ്പച്ച തെറ്റുപറ്റിപ്പോയി എന്ന് പറയപ്പെടുമ്പോൾ ആ സ്നേഹമുള്ള പിതാവിൻ്റെ ആ ഹർഷാരവും ആശ്ലേഷം ഞങ്ങൾ അനുഭവിക്കുന്നു. ഈശോയെ, തെറ്റുപറ്റിപ്പോയി എന്ന് നമുക്ക് ഹൃദയത്തിൻ്റെ ആ മനസ്താപത്തിൽ നിന്നും തമ്പുരാന്റെ തിരുസന്നിധിയിൽ ഏറ്റു പറയാം. അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ പാപങ്ങളെയും ഈശോയെ എന്നോട് ക്ഷമിക്കണമേ. എനിക്ക് ഉപസാരിക്കുവാൻ ഏറ്റവും അടുത്ത ദിവസങ്ങൾ എനിക്ക് സാധ്യമാകുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പാപങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ഏറ്റു പറഞ്ഞ് ഉപസാരിച്ചു കൊള്ളാം. പക്ഷേ എൻ്റെ പാപങ്ങൾ ഈ ഒരു സാഹചര്യങ്ങളിൽ വൈദികരോട് ഏറ്റു പറയപ്പെടുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ, നന്നായിട്ടൊന്ന് ഉപസാരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ ആത്മീയമായിട്ട് മനസ്താപത്തോടുകൂടെ ഈശോയെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണം എന്നെ പൊന്നു കർത്താവേ. സാരമില്ല മകനെ, സാരമില്ല മകളെ, നിന്റെ ജീവിതത്തില് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്ന് നീ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് എനിക്ക് വളരെ ബോധ്യമുണ്ട്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ വാക്കുകളിലൂടെ, പ്രവർത്തികളിലൂടെ, ഉപേക്ഷകളിലൂടെ ഒക്കെ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ പാപങ്ങള് എണ്ണി എണ്ണി വെച്ചിട്ട് അതോർത്ത് ന്യായവിധി പറയുന്ന ഒരു വിധിയാളനായിട്ട് നീ എന്നെ സമീപിക്കരുത്. മറിച്ച് നിന്നെ എപ്പോഴും സ്നേഹിക്കുന്ന, പാപമൊഴികെ എല്ലാറ്റിനും നിന്നെ പോലെ ആയിരിക്കുന്ന, നിന്നിലുള്ള പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന നല്ല പിതാവാണ് ഞാനെന്ന് തിരിച്ചറിയുക. അല്ല ഈശോയെ, എന്തൊരാശ്വാസം! എൻ്റെ ഈശോ ഇത്രയും നല്ല സ്നേഹമുള്ള ഈശോയാണ്. ഞാൻ വിചാരിച്ചു പാപങ്ങൾ ചെയ്യുമ്പോൾ എന്നെ ശിക്ഷിക്കുന്ന ഒരാളാണ് ഈശോയെ. പാപങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിലെല്ലാം തകിടം മറിയുന്ന സാഹചര്യങ്ങളിലൂടെ എന്നെ കടത്തിവിടുന്ന ഒരു വിധിയാളനാണ്. എൻ്റെ നന്മകൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ നല്ല ദൈവമെന്ന് ഞാൻ അറിയാതെ ചിന്തിച്ചു പോയ നിമിഷങ്ങൾ
ദൈവമേ എളിമയോടുകൂടി ഓർക്കുന്നു. നല്ല ഈശോയെ, അങ്ങയ്ക്കെതിരായും സ്വർഗത്തിനെതിരായും എൻ്റെ സഹോദരങ്ങൾക്കെതിരായും ഒക്കെ ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും ഈ നിമിഷത്തിൽ ആത്മാർത്ഥതയോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ ആത്മാർത്ഥതയോടെ എൻ്റെ കുറവുകളെ ഞാൻ ഏറ്റുപറയുന്നു. കാരണം എനിക്കറിയാം എന്നിൽ കുറവുകളുണ്ട്, പാപങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് ലഭിക്കുവാൻ സാധിക്കാതെ പോകും. പക്ഷെ എനിക്ക് ഈ പെന്തക്കോസ്താ ദിനത്തില് സഭ മുഴുവനും പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ അവിടുത്തെ ആത്മാവിന്റെ നിറവിന്റെ അനുഭവം എന്നിലൂടെ പ്രവഹിക്കുവാൻ തക്കവണ്ണം എന്റെ മനസ്സിനെ ഈ രാത്രിയിൽ ഒരുക്കപ്പെടുവാൻ നീ അനുവദിച്ച ഈ നിമിഷങ്ങളെ എന്നെക്കുറിച്ചുള്ള നിന്റെ കരുതലായിട്ട് ഞാൻ കാണുമ്പോൾ, ദൈവമേ, എല്ലാം എന്റെ നന്മയ്ക്കായിട്ട് നീ ക്രമപ്പെടുത്തി തരുന്നു എന്ന് ഞാൻ വിശ്വസിച്ചിട്ട് പറയുന്നു. ഇന്നോളം എല്ലാം എന്റെ നന്മയ്ക്കായിട്ടാണ് നീ ക്രമപ്പെടുത്തി തന്നത്. ഇനിയും എന്റെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി ക്രമപ്പെടുത്തി തരും എന്ന് എനിക്കറിയാം. ഈശോയെ, എന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ഒത്തിരിയേറെ ജീവിതത്തിന്റെ വ്യഗ്രതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എൻ്റെ ആത്മരക്ഷ എന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയട്ടെ. എന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിനോട് ഞാൻ വ്യഗ്രതയോടുകൂടി ഓടി നടക്കുമ്പോഴും, എല്ലാം നന്മയ്ക്കായി നല്ലതായി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോഴും, എൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എനിക്ക് അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ്. എല്ലാം നന്മയ്ക്കായി അവിടുന്ന് പരിണമിപ്പിക്കുമ്പോൾ, ഞാനും എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയായി കാണുമ്പോൾ, എല്ലാം നല്ലതിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ, ഈ നന്മയുടെ ഭരണം എന്നെ കൈയടക്കും എന്നുള്ള തിരിച്ചറിവ് എൻ്റെ ജീവിതത്തിലുണ്ട്. ഈശോയെ, ഈ ആരാധനയുടെ മധ്യേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തെ അവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് നൽകിയിരിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി, അവിടുന്ന് എനിക്ക് നൽകിയ മക്കള്, അവിടുന്ന് എനിക്ക് നൽകിയ മാതാപിതാക്കള്, സഹോദരങ്ങള്, അയൽവക്ക ബന്ധങ്ങള്, എൻ്റെ ബന്ധുമിത്രാദികള്, ഒരുപക്ഷെ എൻ്റെ ജീവിതത്തില് സഹനങ്ങൾ മാത്രം നൽകിയവര്, ഒരുപക്ഷെ എന്നോട് എപ്പോഴും അരിശവും ദേഷ്യവും ഒക്കെ വച്ച് പുലർത്തുന്നവര്, എന്റെ നന്മ കണ്ടിട്ടും അതിനെ ഉൾക്കൊള്ളാതെ അതിനെ പലപ്പോഴും തിന്മയായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പാഴ്വാക്കുകളിലൂടെ പ്രചരിപ്പിക്കുന്നവര്, ഒന്നിനും നന്മ കണ്ടെത്താൻ സാധിക്കാത്ത ചില ദുരവസ്ഥകള്, എല്ലാം നന്മയായിട്ട് ചെയ്യുമ്പോഴും അതിലും തിന്മ കണ്ടെത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചില ത്വരകള്, അതെല്ലാം അങ്ങയുടെ തിരുസന്നിധിയിൽ എളിമയോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ചിന്തകളെയും ഈ കുറവുകളെയും എല്ലാം ദൈവതിരുസന്നിധിയിൽ എളിമയോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നിടത്തോളം ആ മുട്ടുമേൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവതിരുസന്നിധിയിൽ ആ ശിരസ്സുകളെ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് തറയിൽ മുട്ടിച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന ആ തിരിച്ചോര തുള്ളിയാൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. പൊന്നു
ഈശോ നമ്മുടെ അരികിൽ വന്ന് നമ്മളെ പിടിച്ച് നമുക്ക് എഴുന്നേറ്റാം. ഒട്ടുമേൽ നിൽക്കുവാൻ സാധിക്കാത്തവർ എഴുന്നേറ്റ് നിൽക്കുക. ഈ ഒരു നിമിഷം ഒന്നെങ്കിലും ഒട്ടുമേൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേക പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. കുടുംബങ്ങളിൽ ആയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളും ഏറ്റവും ഏകാഗ്രതയോടെ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ട ദൈവത്തിരുസന്നിധിയിലുള്ള ആത്മാവിൻ്റെ സമർപ്പണമായിട്ട് ഈ ഒരു നിമിഷങ്ങളെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. ഈ നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും പാപങ്ങളും എല്ലാം ദൈവം നമ്മളോട് ക്ഷമിച്ചിരിക്കുകയാണ്. ദൈവത്തിരുസന്നിധിയിൽ ദൈവമേ തെറ്റുപറ്റിപ്പോയി എന്ന് നമ്മളേറ്റു പറയപ്പെടുന്ന ഹൃദയത്തിന്റെ അനുതാപത്തിന്റെ ആ ഒരു നന്മയുടെ ഭാവങ്ങളെ ദൈവം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാം. ആത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് ദാഹിച്ച് പ്രാർത്ഥിക്കാം. എനിക്കും വേണം സഹായകനായ പരിശുദ്ധാത്മാവ്, എനിക്കും വേണം നിത്യസഹായകനായ പരിശുദ്ധാത്മാവിന്റെ ആവാസം. അതിനുവേണ്ടി ദാഹത്തോടെ നമുക്ക് ദൈവത്തിരുസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവമേ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എളിമയോടുകൂടി ദൈവത്തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, ഈ പെന്തക്കോസ്താ ദിനത്തിൽ അങ്ങയുടെ ആത്മാവിന്റെ ഉജ്ജ്വലനം എന്നിൽ നിറയപ്പെടട്ടെ. എന്റെ പാപങ്ങളും പാപബന്ധനങ്ങളും ഈശോയെ നീ പൊട്ടിച്ചെറിഞ്ഞ് ആത്മാവിന്റെ ജ്വലനത്തിനായി എന്റെ മനസ്സിനെ നീ ഒരുക്കിയതിന് നന്ദി പറയുന്നു. പാപവും പാപ സാഹചര്യങ്ങളും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. ആത്മാവേ, എന്റെ സംസാരങ്ങളിലും ചിന്തകളിലും പ്രവൃത്തികളിലും എന്റെ ജീവിതത്തിന്റെ വ്യാപാരങ്ങളിലും സഹായകനായി കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവേ, സഹായകനായ പരിശുദ്ധാത്മാവേ, എന്നിൽ വന്ന് നിറയണമേ. അങ്ങയുടെ ആത്മാവിന്റെ നിറവിനായി എന്നിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ഇനിയും അതെടുത്തു മാറ്റപ്പെടുവാൻ അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഏറ്റുപറയുന്നു. എന്റെ ഈശോയെ, ആത്മാവിനെ നൽകണമേ, അഭിഷേകം നൽകണമേ. പാപങ്ങളെ അനുതാപത്തോടുകൂടി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച എന്റെ ജീവിതത്തിലേക്ക് ആത്മാവിന്റെ അഭിഷേകം നിറയപ്പെടട്ടെ.
മനസ്സിന് സമാധാനം നൽകണമേ, മനസ്സിന് സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, സന്തോഷം നൽകണമേ, ആനന്ദം നൽകണമേ, ആനന്ദം നൽകണമേ, വിവേകം നൽകണമേ, വിവേകം നൽകണമേ, സംസാര ശക്തി നൽകണമേ, സംസാരശക്തി, രോഗസൗഖ്യം നൽകണമേ, രോഗസൗഖ്യം നൽകണമേ, കുടുംബത്തിന് സ്നേഹം നൽകണമേ, കുടുംബങ്ങളിൽ സ്നേഹം നിറയണമേ, മക്കൾക്ക് നല്ല ഭാവി നൽകണമേ. മക്കൾക്ക് നല്ല ഭാവി നൽകണമേ. നല്ല ഈശോയെ, നല്ല ഈശോയെ, ആരാധന ആരാധന, ആരാധന ഈശോയെ, ആരാധന, നിറയപ്പെടട്ടെ ഈശോയെ, നിറയപ്പെടട്ടെ ഈശോയെ, അഭിഷേകമായി നിറയണമേ, അഭിഷേകമായി നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ നിറയപ്പെടട്ടെ. സ്നേഹന്മാരിൽ വന്ന് വസിച്ച പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, ആത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെയും വചനങ്ങളിൽ ഹല്ലേലൂയ, ദൈവം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകമായി കടന്നു വരട്ടെ. ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും എല്ലാ കുടുംബങ്ങളിലേക്കും ആത്മാവിന്റെ വർഷം ഉണ്ടാകട്ടെ. ദൈവമേ അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണമേ. സത്യബന്ധങ്ങളിലേക്ക്, രോഗങ്ങളുടെ സൗഖ്യങ്ങളിലേക്ക്, മനസ്സിന്റെ പ്രയാസങ്ങളിലേക്ക്, നിരാശകളിലേക്ക്, പേടിപ്പെടുത്തുന്ന അസ്വസ്ഥതകളിലേക്ക്, ചില ദോഷങ്ങളിലേക്ക് ആത്മാവേ നീ കടന്നു വരണമേ. ജീവിതത്തിന്റെ സാമ്പത്തിക തകർച്ചകളിലേക്ക് നീ കടന്നു വരണമേ. മാറാരോഗങ്ങളിലേക്ക് കടന്നു വരണമേ. കുടുംബത്തിന് സ്നേഹമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു വരണമേ. മക്കൾ മാതാപിതാ ബന്ധങ്ങളിലേക്ക് കടന്നു വരണമേ. തലക്ക് ദോഷങ്ങളിലേക്ക് കടന്നു വരണമേ. നല്ല ഈശോയെ, ആത്മാവിന്റെ ശക്തിയാൽ ജീവിതത്തിന്റെ എല്ലാ രോഗങ്ങളും വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ അഭിഷേകത്തിനായി ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ സമയം രോഗബാധിതമായിട്ടുള്ള സ്ഥലങ്ങളെ, അവയവങ്ങളെ ദൈവദർശനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. യഥാർത്ഥത്തിലുള്ള അഭിഷേകത്തിന്റെ സൗഖ്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥകളിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ. ആത്മാവ് ഉണരുന്ന ഈ നിമിഷങ്ങളിലേക്ക് ആശ്വാസദായകനായിട്ട്, സൗഖ്യദായകനായിട്ട്, അഭിഷേകമായിട്ട് ആരൊക്കെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, എന്തിനൊക്കെ വേണ്ടിയിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ, അവരുടെ എല്ലാ ജീവിതത്തിന്റെ നിയോഗങ്ങളിലേക്ക് ആത്മാവേ നീ കടന്നു വരണമേ. ആത്മാവേ നീ കടന്നു വരണമേ. ആത്മാവേ നീ കടന്നു വരണമേ. ആത്മാവാം ദൈവമേ വരണേ. നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണമേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പന്തക്രിസ്താനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. നമുക്ക് പാടാം. പന്തക്രിസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവ് ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ഒരുമിച്ച് പാടാം. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.
പ്രിയമുള്ളവരെ, ഈശോയുടെ ആശീർവാദത്തിനായി നമ്മൾ മുട്ടിന്മേൽ നിൽക്കുന്നു. നിങ്ങൾക്ക് ഈ നിമിഷം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഒറ്റ നിയോഗം നമ്മുടെ ജീവിതവുമായി ഇപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ അതുമായി ഏറ്റവും അടുത്ത ഏറ്റവും ആവശ്യമുള്ള ഒരു നിയോഗം, ഒരാഗ്രഹം ദൈവത്തിന്റെ സന്നിധിയിൽ ഓർത്തു. നീ മാത്രം മതി ഈശോയെ. എൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നീ ആഗ്രഹത്തോട് ചേർന്ന് നടത്തുക. ഈ പന്തക്കസ്താനുഭവ ദിവസം അഭിഷേകമായി എന്നിൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു നിമിഷം നമ്മുടെ ആ നിയോഗത്തെ മൗനമായി ഓർത്ത് പ്രാർത്ഥിക്കുക. ആ ആഗ്രഹത്തെ കൈകൾ യാചനാരൂപത്തിൽ ചേർത്ത് പിടിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ. സുഖലേശ
ദിവ്യകടാക്ഷം തൂകണമേ വത്സല സോദരൻ നമ്മലരാം ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യദിനം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവ് കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാം ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകരും വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. നാളെ രാവിലെ 6:40 സത്രാപ്രാർത്ഥന, തുടർന്ന് ആഘോഷമായിട്ടുള്ള പരിശുദ്ധ കുർബാന. നാളത്തെ പരിശുദ്ധ കുർബാന പ്രത്യേകിച്ച് ആഘോഷമായിട്ട് അർപ്പിക്കപ്പെടുമ്പോൾ എല്ലാവരും അവരവരുടെ ഭവനങ്ങളിൽ ആയിരിക്കുവാനായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സാധിക്കുന്നിടത്തോളം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സ്വീകരണ ദിവസമായതിനാൽ വെള്ള വസ്ത്രങ്ങൾ നമ്മൾ ആവശ്യത്തിന് ചികിത്സ ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കുന്നിടത്തോളം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല രാത്രി എല്ലാവർക്കും ആശംസിക്കുന്നു. കൂടുതൽ പ്രാർത്ഥിക്കുക, ഈ രാത്രി നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ എല്ലാ കുറവുകളെയും അതോടൊപ്പം തന്നെ എല്ലാ ആഗ്രഹങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ നടത്തപ്പെടുവാനായിട്ടുള്ള കൃപകൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ നേരുന്നു. വിശേഷിയായി